കുമരകം കൈപ്പുഴമുട്ടിൽ അപകടത്തിൽപ്പെട്ടത് മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസക്കാരാക്കിയ കൊട്ടാരക്കര സ്വദേശിയും വനിതാ സുഹൃത്തും. കൊട്ടാരക്കര സ്വദേശിയായ മഹാരാഷ്ട്ര താനെയിൽ സ്ഥിരതാമസക്കാരനായ ജെയിംസ് ജോർജ്, സുഹൃത്തായ മഹാരാഷ്ട്ര താനെ സ്വദേശി സാലി രാജേന്ദ്ര സർജയു എന്നിവരാണ് മരിച്ചത്. എറണാകുളത്തെ കണക്റ്റിംഗ് ക്യാബിൽ നിന്നാണ് ഇവർ വൈകിട്ട് കാർ വാടകയ്ക്കെടുത്തത്. തുടർന്ന് കുമരകത്ത് ഹൗസ് ബോട്ടിൽ സർവീസ് നടത്തുന്നതിനാണ് ഇവർ എത്തിയിരുന്നത്. ഇവിടെ എത്തിയ ശേഷം ഹൗസ് ബോട്ടിൽ പോകുന്നതിനായി കാർ ആറ്റിറമ്പിലേക്ക് ഇറക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു. കാറിനുള്ളിൽ ഒരു കുട്ടി കൂടിയുണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. കാറിന്റെ പിൻഭാഗത്തെ ചില്ല് തകർത്താണ് രണ്ടുപേരെയും പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ കാറിനുള്ളിൽ മറ്റാരുമില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. ദിശയറിയാതെ കാറിലെത്തി വെള്ളത്തിൽ വീണാണ് അപകടം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്നും അവധി ആഘോഷിക്കുവാനും കുമരകം കാണാനുമാണ് വിനോദസഞ്ചാരികൾ എത്തിയത്. രണ്ടുപേരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. കോട്ടയം ജില്ലയിൽ ഇതാദ്യമായല്ല കാർ വെള്ളത്തിൽ പോയുള്ള അപകടം ഉണ്ടാകുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം കുറുപ്പന്തറ കടവിൽ കാർ വെള്ളത്തിൽ വീണിരുന്നു. വളവ് തിരിയുമ്പോഴാണ് അന്ന് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അന്ന് ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ചതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. ഹൈദരാബാദ് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഫോർഡ് എൻഡവർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാറിൽ നിന്നും വിനോദസഞ്ചാരികൾ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. കൃത്യമായ ദിശാബോർഡുകളും വഴിലൈറ്റുകളും ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമായി പറയുന്നു. മിക്കിടങ്ങളിലും ദിശാബോർഡുകൾ ഉണ്ടെങ്കിലും അത് കാട് കയറി നശിച്ച നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈവേ റോഡിൽ പോലും വഴിവിളക്കുകൾ കത്താത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്ക് അത് വഴിവെക്കാം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.